പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ ഒരു ജനൽ ചീളെങ്കിലും തകർന്നെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടും. ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് നിസ്സാരക്കാരനല്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മദ്രാസ് IITയുടെ 62ാം വാർഷിക ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ മുതൽ നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ, സൈന്യത്തിനെതിരെ ഒക്കെ ഒളിയമ്പുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള ശത്രുവിനെ നമുക്ക് ഭയപ്പെടണ്ട, നേരിട്ട് ആക്രമിക്കുകയാണ്. നമുക്ക് തിരിച്ചടിക്കാം, പ്രതിരോധിക്കാം, എന്തും ചെയ്യാം. പക്ഷേ അകത്തുള്ള ശത്രുക്കളെ, പിന്നിൽ നിന്ന് കുത്തുന്ന ശത്രുവിനെ നാം എന്ത് ചെയ്യണം? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഉയർത്തിയ സംശയങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് ഒക്കെ കൃത്യമായ മറുപടി ഇതാ ലഭിച്ചിരിക്കുന്നു. ഒറ്റ വരിയിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിക്കൂ എന്ന് രാഹുൽ നിരന്തരം പാർലമെൻറ്റിനകത്തും പുറത്തും ഒക്കെ BJP സർക്കാരിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമയാണ്. അതാർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ, സർക്കാരിനെ തിരുത്താനുള്ള ഒരു ചാലകശക്തി തന്നെയാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനും വലിയ പങ്കുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം ഒരു നിർണായക പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ, രാജ്യം വിഭജിക്കപ്പെട്ട അന്നു മുതൽ നിരന്തരം നമ്മളെ ശത്രുക്കളായി കണ്ട് നമുക്കെതിരെ ഒളിയുദ്ധം നടത്തി വരുന്ന നമ്മുടെ അയൽ രാഷ്ട്രത്തോട് നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം ഒരു വലിയ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പിന്നിൽ നിന്ന് കുത്തുന്നത് ശരിയാണ്? ഈ ചോദ്യമാണ് ഉയരുന്നത്. രാഹുൽ പറഞ്ഞത് എവിടെ, എത്ര റഫാലുകൾ നമുക്ക് നഷ്ടമായി, നമ്മുടെ എത്ര പൈലറ്റുമാരെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു, എത്ര പേർ അവിടെ തടങ്കലിൽ കഴിയുന്നു, ഇങ്ങനെ നിരന്തരം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചോദ്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാണ്. ഇത് നമ്മുടെ ഈ അയൽ രാജ്യം, നമ്മളെ ശത്രുവായിട്ട് കരുതുന്ന ഈ അയൽ രാജ്യത്തിനും, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്ന മറ്റൊരു രാജ്യത്തിനും സഹായകരമാകുന്ന നിലപാടാണ് രാഹുൽ നിരന്തരം തുടർന്നു പോരുന്നത്. ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, പാകിസ്ഥാൻ്റെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത്. അന്ന് ആ തകർക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് റഫേൽ യുദ്ധവിമാനങ്ങളാണ്, അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ. ഇതെല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു. അതിൻ്റെ ഫലവും നമുക്ക് കിട്ടി. വളരെ കൃത്യമായിട്ട് ഈ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളും തകർന്ന് തരിപ്പണമായ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചു. ഒപ്പം പാകിസ്ഥാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചടിക്കൊരുങ്ങി. വളരെ കൃത്യമായിട്ട് പാക് പോർ വിമാനങ്ങളും മിസൈലുകളും ഇന്ത്യക്ക് നേരെ അവർ തൊടുത്തു. പക്ഷേ ഒന്നുപോലും നമ്മുടെ വ്യോമാതിർത്തി ഭേദിച്ച് ഇപ്പുറത്തേക്ക് വന്നില്ല. അതിനു മുമ്പ് തന്നെ അവയെല്ലാം അന്തരീക്ഷത്തിൽ വച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്ന കാഴ്ചയും ലോകം കണ്ടു. ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന്, പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ കരുത്ത് എന്താണെന്നും അന്ന് ലോകത്തിന് മനസ്സിലായി. വളരെ കൃത്യമായിട്ട് S-400 സുദർശന, അതുപോലെ ആകാശ് മിസൈല് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ തന്ത്രപരമായിട്ട് തന്നെ പാകിസ്ഥാനെ നേരിട്ടു. ചൈനയും അമേരിക്കയും നൽകിയ ആയുധങ്ങളൊന്നും വിലപ്പോയില്ല. അതൊക്കെ നമ്മുടെ മുന്നിൽ, നമ്മുടെ പ്രതിരോധത്തിന് മുന്നിൽ, നമ്മുടെ പ്രത്യാക്രമണത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയും ലോകം കണ്ടു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള തിരിച്ചടി രൂക്ഷമായപ്പോൾ 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യാക്രമണത്തിന് നമ്മൾ തയ്യാറായി. അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ 13 വ്യോമ കേന്ദ്രങ്ങൾ, എയർ ബേസുകൾ, വ്യോമത്താവളങ്ങൾ തകർത്തത്. അത് മുച്ചൂട് നശിപ്പിച്ച് കളഞ്ഞു. ആക്രമണത്തിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും നമ്മുടെ കൈവശമുണ്ട്, ആക്രമണത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും നമ്മുടെ കൈവശമുണ്ട്.
ഇപ്പോൾ ഈ വ്യോമതാവളങ്ങളുടെ റൺവേകളെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് 5 വർഷമെങ്കിലും സമയം വേണം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്ര ആഴത്തിൽ അവരെ നമ്മൾ ആക്രമിച്ച് നശിപ്പിച്ചു. എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എവിടെ നമ്മുടെ റഫേൽ വിമാനങ്ങൾക്ക് എന്തു പറ്റി? ഇപ്പോൾ നമ്മുടെ സൈന്യം തന്നെ പറഞ്ഞു, നമ്മുടെ സൈനിക വക്താക്കൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തി, നമ്മുടെ റഫേലുകൾ നമ്മൾ ആക്രമണത്തിന് ഉപയോഗിച്ച റഫേലുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നഷ്ടം സ്വാഭാവികമാണ്. ഏത് സംഘർഷത്തിലും രണ്ട് ഭാഗത്തും നഷ്ടമുണ്ടാകും. പക്ഷേ ആ നഷ്ടങ്ങളെല്ലാം, ആ കേടുപാടുകളെല്ലാം വളരെ പെട്ടെന്ന് അറ്റകുറ്റപ്പണി ചെയ്ത് നമ്മളത് പൂർത്തിയാക്കി പ്രത്യാക്രമണത്തിന് തയ്യാറായി. തൊട്ടടുത്ത ദിവസം തന്നെ വെറും 24 മണിക്കൂർ കൊണ്ട് ആ റഫേലുകൾ വീണ്ടും യുദ്ധസജ്ജരായി. എന്നാലും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം നിരന്തരം ചോദിക്കുകയാണ്, എവിടെ തകർക്കപ്പെട്ട റഫാലുകൾ എവിടെ? അതിനുള്ള ഉത്തരമാണിപ്പോൾ അജിത് ഡോവൽ പറഞ്ഞത്. ഒരു റഫാലിൻ്റെ ഒരു പാളിയെങ്കിലും, ഒരു ചില്ലുപാളിയെങ്കിലും എവിടെയെങ്കിലും പതിച്ചു കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം പുറത്തു വിടും. സാറ്റലൈറ്റ്, ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും നമ്മുടെ ഒരു വിമാനമെങ്കിലും തകർന്നു വീണതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ അവശിഷ്ടത്തിൻ്റെ ഒരു ചിത്രമെങ്കിലും പുറത്തു വിടൂ എന്നാണ്. അത് വളരെ കൃത്യമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് സാങ്കത്യമേറുകയാണ്. പ്രതിപക്ഷ നേതാവിനുള്ള ഏറ്റവും നല്ല മറുപടിയായി അത് മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സൈന്യത്തെയും നമ്മുടെ സുരക്ഷാ സംവിധാനത്തെയും ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. അത് പിഴവുറ്റതാണ്, അത് കൃത്യതയുള്ളതാണ്, അത് അങ്ങേയറ്റം ആക്രമണശേഷിയുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. നമുക്കറിയാം, അദ്ദേഹം ഒരു IPS നേടിയ ഇന്ത്യയുടെ വിവിധ പോലീസ് മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മികച്ച ഉദ്യോഗസ്ഥനാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നീക്കം സുപ്രസിദ്ധമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ സുരക്ഷ മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് മോദി സർക്കാർ ഒരു രാഷ്ട്രീയവും നോക്കാതെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയത്. അതിൻ്റെ ഗുണം, അതിൻ്റെ പ്രയോജനം നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയാണോ അതോ രാജ്യത്തെ സർക്കാരിനെ തിരുത്തി നേർവഴിക്ക് നയിക്കാൻ ഒരു പ്രേരക ശക്തിയായി നിലകൊള്ളുകയാണോ നമ്മുടെ പ്രതിപക്ഷം ചെയ്യുന്നത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ പക്വതയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ രാഹുലിൽ കാണുന്നത്. ഒരു രാജ്യത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ എന്നാരെങ്കിലും BJP ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തിയാൽ നമുക്ക് അവരെ പഴി പറയാൻ സാധിക്കില്ല. കാരണം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെയും അവിശ്വസിക്കാൻ പോലും രാഹുൽ തയ്യാറായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് അദ്ദേഹത്തിന് ഭൂഷണമല്ല. ഇവിടെ അജിത് ഡോവൽ വളരെ കൃത്യമായിട്ട് രാഹുലിന് മറുപടി നൽകിയിരിക്കുന്നു. അത് കോൺഗ്രസ്സിനും കൂടിയുള്ളൊരു മറുപടിയാണ് എന്ന് നമുക്ക് കൂട്ടി വായിക്കാം. അതായത് നമ്മുടെ രാജ്യത്തെ സൈന്യത്തെയും നമ്മുടെ സൈനികരെയും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെയും നമ്മൾ ഒരു തരത്തിലും അവിശ്വസിക്കേണ്ടതില്ല. അതെല്ലാം അങ്ങേയറ്റം കൃത്യതയോടെ, അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ, അങ്ങേയറ്റം സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നതാണ്. ഇത് ഇന്ന് അമേരിക്കയും ചൈനയും പോലും അക്കാര്യം അംഗീകരിച്ചു കഴിഞ്ഞു. ലോകം മുഴുവനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷൻ പോലും അക്കാര്യം പറയുന്നു. ഇത് വ്യാജ പ്രചാരണമാണ് ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്നത്. അതിനെ ഏറ്റുപിടിക്കുകയാണ് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കൾ. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു സത്യവുമില്ല. ഒരു റഫേലിനും ഒരു ചെറിയ കേടുപാട് പോലും ഇല്ലാതെ അതിപ്പോഴും പ്രവർത്തന സജ്ജമായി ഇന്ത്യൻ സേനയ്ക്കൊപ്പമുണ്ട് എന്നാണ് ഡസോൾട്ട് ഏവിയേഷൻ്റെ അധികൃതരും പറയുന്നത്. എന്തായാലും അജിത് ഡോവൽ ചോദിച്ചിരിക്കുന്ന തെളിവ് ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുമെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ. അങ്ങനൊരു തെളിവില്ല, അങ്ങനെ ഒരു നാശനഷ്ടവും
ഇന്ത്യയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല എന്ന പരിപൂർണ ഉറപ്പ് ഇതോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.